BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പാർട്ടി താങ്കളിലേക്ക് എത്തുന്നത്? എന്നെ അടുത്തെത്തുന്നത് ഞങ്ങളുടെ പഴയകാലം, ഞാൻ പഴയ KSയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാനും നോവൽ മാത്യുവും അതെ, ഞാനും നോവൽ മാത്യുവും പിന്നെ ജോർജ് സെബാസ്റ്റ്യൻ ഉൾപ്പെട്ട ആൾക്കാർ ഞങ്ങൾ KSയുടെ നേതാക്കം, അതായത് കുരുവിള മാത്യൂസ് ഉൾപ്പെടെ അവരാണ് എന്നെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഇപ്പം നിലവിൽ രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടായിരിക്കാം അവർ ഇന്നലെ എന്നോട് ബന്ധപ്പെട്ടു. ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. താങ്കളിപ്പോൾ നിലവിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. മുൻ KSയുടെ സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കേരള കോൺഗ്രസ് ബിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. വിവിധ കേരള കോൺഗ്രസുകളിൽ കേരള കോൺഗ്രസിൽ ഞാൻ പ്രവർത്തിച്ചു. പാർട്ടി പിരിയുമ്പോൾ ഞാൻ ഓരോ ഗ്രൂപ്പിൽ നിൽക്കും. കാരണം അതെൻ്റെ പിന്നെ സത്യമെന്ന് തോന്നുന്ന അഭിപ്രായം അനുസരിച്ച് ഞാൻ നിന്നിട്ടുണ്ട്. നിലവിൽ BJP അംഗമല്ല, BJP അംഗത്വം എടുക്കും. അത് ഇതാ നേതാക്കന്മാരുണ്ടല്ലോ, BJP നേതാക്കന്മാരുണ്ടല്ലോ. എത്രത്തോളം ഉണ്ട് സാധ്യത? നല്ല പ്രതീക്ഷയാണ്, ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഭാരതീയ ജനതാ പാർട്ടി വലിയ പാർട്ടിയല്ലേ, അത് വലിയ പാർട്ടിയാകും ഇവിടെ, യാതൊരു സംശയവും ഇല്ല. അതോടൊപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ്, കൂടാതെ ഒരു മലയോര കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ഒരു ആള്, ഇതൊക്കെയാണോ BJP പരിശോധിച്ച്? തീർച്ചയായിട്ടും അത് പരിഗണിച്ച് കാണും. അത് മാത്രമല്ലല്ലോ, നിലമ്പൂരിന്റെ വികസനമാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും BJP അത് പരിഗണിച്ച് കാണും, പരിഗണിക്കാതിരിക്കില്ലല്ലോ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പിന്തുണയൊക്കെ കൂടുതലായി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് താങ്കൾ? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 47 വർഷമായിട്ട് ഇവിടെ ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. 35 വർഷമായ അഭിഭാഷകനാണ്. നിലമ്പൂരിലും മഞ്ചേരി പ്രാക്ടീസ് ചെയ്യുന്നു. ഒരുപാട് പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പ്രതിഫലിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. നേരത്തെ ഈ VS ജോയിയെ കാൻഡിഡേറ്റ് ആക്കണമെന്ന് PV അൻവർ അടക്കം മുന്നോട്ട് വെച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ വരണമെന്നൊക്കെ. പക്ഷേ ഷൗക്കത്താണ് വന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ താങ്കൾക്ക് അനുകൂലമായി വരും എന്ന പ്രതീക്ഷയുണ്ടോ? വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ പറയാം, ജനങ്ങളിൽ വോട്ട് ചെയ്യുന്നത്, അതൊക്കെ സാധ്യതകളുണ്ട്. എത്രത്തോളമാണ് ഈ മറ്റ് BDJSന് സ്വാധീനമുള്ള സ്ഥലമാണ് NDA മുന്നണിയിൽ? താങ്കളുടെ എത്രത്തോളം വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അത് വോട്ട് പ്രതീക്ഷിക്കുന്ന ജനങ്ങളിലെ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ വിജയം പ്രതീക്ഷിക്കുകയാണ്. എന്താണ് കേരള കോൺഗ്രസ് വിടാനിടയ ഒരു ഉറുമ്പിൻ്റെ തലയായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആനയുടെ പാലായിരിക്കില്ല എന്നുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയില്ല. മലപ്പുറത്തുനിന്ന് ഒരു പ്രവർത്തനവും ഇല്ല. ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആ പാർട്ടി എന്തെങ്കിലും ഉണ്ടാകണ്ടേ. ആ പാർട്ടി ഇവിടെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ്. എന്തായാലും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് നമുക്കിപ്പം ചേർന്നത്. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇനി മുന്നോട്ട് നീങ്ങുകയാണ് മോഹൻ ജോർജ്. BJPയിൽ കൂടുതൽ വിഭാഗങ്ങളിൽ നടക്കം വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.